ഹായ് ഹലോ നമസ്കാരം, ബീന ജയനാണ്. വീണ്ടും ചെറിയൊരു കുക്കിംഗ് വീഡിയോ. അപ്പോൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഞങ്ങൾ അക്ഷയ വെളിച്ചെണ്ണയുടെ പരസ്യമൊന്നുമല്ല കേട്ടോ, ഞങ്ങളിവിടെ സ്ഥിരമായിട്ട് അതാണ് ഉപയോഗിക്കാറ്. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് കടുകിടുക. അതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാലോ. കടുകിട്ട് പൊട്ടി കഴിയുമ്പോഴേക്കും പൊട്ടി ഇഞ്ചി വെളുത്തുള്ളി, ഞാൻ മിക്കവാറും എല്ലാ കറികൾക്കും അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ഫ്ലേവറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി അല്പം ഒന്ന് റെഡിയായി വരും. അല്പം ഒന്ന് മൂത്ത് വന്നാൽ മതി, ഒരുപാടങ്ങ് ഇതാകണം എന്നില്ല. കാരണം ഇനി എല്ലാം ബാക്കിയുള്ളതെല്ലാം എണ്ണയിൽ വഴന്ന് വരേണ്ടതാണ്. പച്ചമുളക് അരിഞ്ഞത്, കറിവേപ്പില, സവാള, ചെറുതായി അരിഞ്ഞ സവാളയെന്നും സബോളയെന്നും പല നാട്ടിൽ പല പേരുകളാണ്. സവാളയ്ക്ക് തന്നെ വലിയ ഉള്ളി, അതിനാണ് ഈ പേരുകളെല്ലാം വന്നിരിക്കുന്നത്. ഇനി ലേശം മഞ്ഞളൂടെ ഇട്ടിട്ട്, മഞ്ഞളൊക്കെ നമ്മുടെ ആവശ്യാനുസരണമാണ് കേട്ടോ. കറികൾക്ക് പലപ്പോഴും നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നത് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനും ടേസ്റ്റിനും അനുസരിച്ചാണ്. അപ്പോൾ നമ്മൾ ഇട്ട അത്രയും സാധനങ്ങൾ, അതായത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില സവാള നന്നായി വഴന്നു കഴിഞ്ഞു. മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി പേരിന് ലേശം മുളക് പൊടി, ഒരുപാട് വേണ്ട കേട്ടോ. പച്ചമുളക് അരികെ വേരുവിന് ആവശ്യത്തിന് ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മതിയാവും. ഇനി ഈ പച്ചമണം, ആ മുളകിട്ടതിന്റെ പച്ചമണം മാറി കഴിയുമ്പോഴേക്കും ഈ ചെമ്മീൻ അതിലേക്ക് ഇടണം. ചെമ്മീനാകട്ടോ, ചെമ്മീനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ല. ഇത് ചെമ്മീൻ തോരനാണ് ഉണ്ടാക്കാൻ പോണത്. പാചക വീഡിയോ ഒന്നും ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒരു ഓർഡറിൽ വരാത്ത, കാലക്രമേണ ശരിയാക്കി. അപ്പോൾ ഇത് ചെമ്മീനാണ്. ചെമ്മീനിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തേക്ക് ലേശം ഉപ്പ് പാകത്തിന് മതി കേട്ടോ. ചെമ്മീനാണെന്ന് പറഞ്ഞാൽ അധികം ഉപ്പ് വേണ്ട. പാകത്തിന് ഉപ്പിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെക്കണേ. അപ്പോൾ തീ കുറച്ച് അടച്ചു വെച്ചേക്കുമായിരുന്നു. ഇപ്പോൾ ഏകദേശം ചെമ്മീൻ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇനി കുറച്ച് തേങ്ങ ചിരണ്ടിയതാണ് ഇത്. പ്രത്യേകിച്ച് ഞാൻ അരച്ചിട്ടൊന്നുമില്ല. ചെറുതായി, അതായത് പൊടിയായിട്ട് തേങ്ങ ചിരണ്ടിയെന്നും തിരിഞ്ഞെന്നും ഒക്കെ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങ ഇട്ട് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ചെമ്മീൻ തോരൻ റെഡിയായി കഴിഞ്ഞു. ഉണ്ടാക്കി നോക്കണം, ഞാൻ ഗ്യാരണ്ടി. അതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ അടച്ചു വെക്കണം കേട്ടോ. ചില കാര്യങ്ങളൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, പറഞ്ഞുതരാം. ചേച്ചി വളരെ വലിയ തിരക്കിലാണ്. വീണ്ടും കാണാം. ബൈ.